कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् പല്ലവ രാജാവായ നരസിംഹവർമ്മൻ രണ്ടാമൻ 8-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചു. പല്ലവർ കാലത്തെ വാസ്തുവിദ്യയും ശില്പകലയും പ്രതിഫലിക്കുന്ന ഈ ക്ഷേത്രം കാഞ്ചീപുരത്തിന്റെ ചരിത്രം തെളിയിക്കുന്ന മഹത്തായ സ്മാരകമാണ് കൈലാസനാഥ ക്ഷേത്രം. പല്ലവർ കാലഘട്ടത്തിലെ വാസ്തുവിദ്യ തമിഴ്നാട്ടിലെ ക്ഷേത്രനിർമ്മാണ കലയുടെ അടിത്തറയായാണ് കണക്കാക്കപ്പെടുന്നത്. ക്രിസ്തുവർഷം 6 മുതൽ 9 വരെ നൂറ്റാണ്ടുകളിലായി ഭരിച്ച പല്ലവർ പാറകുത്തി നിർമ്മിച്ച ഗുഹാക്ഷേത്രങ്ങളും ഏകശില ക്ഷേത്രങ്ങളും വികസിപ്പിച്ചു. മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ ഗുഹാക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. നരസിംഹവർമ്മൻ ഒന്നാമൻ മാമല്ലപുരത്തിലെ പ്രശസ്തമായ പഞ്ചരഥങ്ങളും അർജുനന്റെ തപസ് എന്ന ശില്പവും സൃഷ്ടിക്കാൻ കാരണമായി. പിന്നീട് നരസിംഹവർമ്മൻ രണ്ടാമൻ കാഞ്ചീപുരത്തെ കൈലാസനാഥ ക്ഷേത്രം പോലുള്ള കല്ലുകൊണ്ട് നിർമ്മിച്ച സ്ഥിരക്ഷേത്രങ്ങൾ പണിതു. പല്ലവ കാലത്തെ ശില്പങ്ങളിൽ ദൈവങ്ങളുടെ രൂപങ്ങളും പുരാണ കഥകളും സൂക്ഷ്മമായി കൊത്തിയിട്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിലെ കലാപാരംഗതിയെ വ്യക്തമാക്കുന്നു. കാഞ്ചീപുരത്തിലെ കൈലാസനാഥ ക്ഷേത്രം പല്ലവർ കാലത്തെ മികച്ച വാസ്തുവിദ്യയ്ക്ക് ഉദാഹരണമാണ്. ക്രിവ 8-ാം നൂറ്റാണ്ടിൽ നരസിംഹവർമ്മൻ രണ്ടാമൻ അഥവാ രാജസിംഹൻ ഈ ക്ഷേത്രം നിർമ്മിച്ചു. ഇത് കല്ലുകൊണ്ട് പണിത ഒരു ഘടനാ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിൽ ശിവലിംഗം സ്ഥാപിച്ചിരിക്കുന്നു. ഭിത്തികളിൽ ശിവന്റെ വിവിധ രൂപങ്ങളും പുരാണ കഥകളും മനോഹരമായി കൊത്തിയ ശില്പങ്ങളായി കാണാം. ലളിതമായ ഗോപുരം, സമമിതമായ രൂപകൽപ്പന, സൂക്ഷ്മ ശില്പകല എന്നിവ അവരുടെ പ്രധാന വാസ്തുവിദ്യ പ്രത്യേകതകളാണ്. കാഞ്ചീപുരം പ്രദേശങ്ങളിൽ പരമ്പരാഗതമായി നിർമ്മിക്കുന്ന കൈത്തൊഴിൽ വസ്തുക്കളാണ് മുള, ഇരുവ്, പുല്ല് മുതലായ പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ച് കൈമുറയിൽ നെയ്ത്ത് ചെയ്ത കൊട്ടകൾ, കൂടുകൾ, ചട്ടികൾ എന്നിവയാണിവ. ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ സൂക്ഷിക്കാനും കൊണ്ടുപോകാനും ഈ വസ്തുക്കൾ ഉപയോഗിക്കുന്നു. കാഞ്ചീപുരത്തിലെ ഗ്രാമീണ ജീവിതത്തിന്റെ ഭാഗമായ ഈ കൈത്തൊഴിൽ പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതും ദീർഘകാലം ഉപയോഗിക്കാവുന്നതുമാണ്. ലളിതമായ രൂപകൽപ്പനയും നെയ്ത്തിലെ നൈപുണ്യവും കാഞ്ചീപുരത്തിന്റെ കൈത്തൊഴിൽ പാരമ്പര്യത്തെ വ്യക്തമാക്കുന്നു. കാഞ്ചീപുരം പട്ടണത്ത് ഒരു പ്രശസ്തമായ പരമ്പരാഗത കൈത്തറി കലയാണ്. ഉന്നത നിലവാരമുള്ള പട്ട് കീടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നൂലുകൾ ആദ്യം ശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തുന്നു. തുടർന്ന് അവയെ പ്രകൃതിദത്തമോ രാസമോ ആയ നിറങ്ങളാൽ വർണ്ണീകരിച്ച് ഉണക്കുന്നു. നിറം ചേർത്ത നൂലുകൾ നെയ്ത്തിന് അനുയോജ്യമായ നീളത്തിൽ ക്രമപ്പെടുത്തി കൈത്തരികളിൽ സജ്ജമാക്കുന്നു.
കാഞ്ചീപുരം പട്ടിന്റെ പ്രത്യേകത ശുദ്ധവെള്ളിയിൽ നിന്നുണ്ടാക്കുന്ന സ്വർണം പൂശിയ ജരി നോട്ട് ഉപയോഗിക്കുന്നതാണ്. പുടവയുടെ ശരീരഭാഗവും കരയും വേർതിരിച്ച് നെയ്ത്ത് പിന്നീട് കൂട്ടിച്ചേർക്കുന്നതിനാൽ അതിന് കൂടുതൽ ദൃഢതയും ദീർഘായുസ്സും ലഭിക്കുന്നു. കഴിവുള്ള നെയ്ത്തുകാർ കൈകൊണ്ട് സൂക്ഷ്മമായി നെയ്യുന്ന ഈ പട്ടുപുടവകൾ പൂർത്തിയായ ശേഷം ഗുണനിലവാരം പരിശോധിച്ച് വിപണിയിലേക്ക് എത്തിക്കുന്നു. பட்டு சாரி കൈത്തറി നെയ്പ്പിന്റെ മെഷീനാണ് ഇത്. ഗ്രാമങ്ങളിൽ വളർന്ന ഒരു പ്രധാന കൈത്തൊഴിലായ കൈത്തറി നൂൽ ഉപയോഗിച്ച് തുണി കൈകൊണ്ട് നെയ്യുന്നു. കാഞ്ചീപുരം പ്രദേശം പുഷ്പകൃഷിക്ക് പ്രസിദ്ധമാണ്. ക്ഷേത്രനഗരമായതിനാൽ പൂജകൾക്കും ഉത്സവങ്ങൾക്കും ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള പൂക്കൾ ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നു. മുല്ലപ്പൂ, മല്ലിപ്പൂ, ചെണ്ടുമല്ലി, റോസാപ്പൂ, ചെമ്പരത്തി, കനകാംബരം, താമരപ്പൂ എന്നിവയാണ് പ്രധാന പൂക്കൾ. സുഗന്ധവും ഭംഗിയും കൊണ്ട് പ്രശസ്തമായ ഈ പൂക്കൾ ദൈനംദിനം പൂജകൾക്കും മാലകൾക്കും അലങ്കാരത്തിനും വ്യാപകമായി ഉപയോഗിക്കുന്നു. പ്രാദേശിക കാലാവസ്ഥയ്ക്കും മണ്ണിനും അനുയോജ്യമായതിനാൽ കാഞ്ചീപുരം പുഷ്പകൃഷിയുടെ പ്രധാന കേന്ദ്രമായി നിലകൊള്ളുന്നു. ஹவுஸ் ஓனர் அவர் அந்த நாள் யூஸ் பண்ண டெலிஃபோன், லாக்கர், அக்கௌண்ட்ஸ் மாதிரி கணக்கு வழக்கு எடுத்து வரலாம். அவர் பேங்க்கில் ஒர்க் பண்ணியிருக்காரு. இப்போ நடத்துகிறவங்க சென்னையில் இருக்காங்க. வாழ்ந்தவங்க இறந்துட்டாங்க. இது அக்கௌண்ட்ஸ் ரூமு, பக்கத்தில் குழந்தைங்க ரூமு, லேடிஸ் ரூமு, பூஜை ரூமு, கிச்சன், இன்னும் பேக். സംഗീത വിദ്വാൻ നയനാർ പിള്ളൈ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ചിക്കുടിൽ ഒരു പൈതൃക മ്യൂസിയമാണ്. ഇത് പട്ടണത്തിന്റെ സാധാരണ ജീവിത ശൈലിയും മുൻകാല പൈതൃകവും പ്രദർശിപ്പിക്കുന്നു. കാഞ്ചിക്കുടിൽ ഒരു പൂർവിക ഭവനമായിരുന്നു. 180 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ രീതിയിലുള്ള വീട് നന്നായി സംരക്ഷിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുന്നു. പാത്രങ്ങൾ, ഫർണിച്ചറുകൾ, വസ്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രദർശനങ്ങൾ സന്ദർശകർക്ക് കാണാൻ നന്നായി പരിപാലിക്കപ്പെടുന്നു. ആ കാലത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ പാരമ്പര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന തദ്ദേശവാസികളുടെ ജീവിതത്തെ ചിത്രീകരിക്കുന്ന നിരവധി ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതിശയിപ്പിക്കുന്ന ദക്ഷിണേന്ത്യൻ ആഭരണങ്ങൾ ധരിച്ച സ്ത്രീകളുടെ ഫോട്ടോഗ്രാഫുകൾ ഇവിടെയുണ്ട്. മാസ്റ്റർ ബെഡ്റൂം, കുട്ടികളുടെ മുറി, ഒരു പൂജാമുറി, തുറന്ന മുറ്റങ്ങൾ, വരാന്തകൾ, ഒരു പിൻമുറ്റം എന്നിവ പഴയകാല കുടുംബങ്ങൾ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങളാണ്. ഈ മാവമരം 3500 വർഷം പഴക്കമുള്ളതാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഗ്രാമവാസികൾ പ്രകൃതിയോട് ഇണങ്ങിയ ജീവിതമാണ് നയിച്ചതെന്ന്.